താരസംഘടന അമ്മയിൽ ചേരിപ്പോര് രൂക്ഷം. ശ്വേതാ മേനോൻ കമ്മിറ്റിക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി താരങ്ങൾ. ശ്വേതാ മേനോനായി ഇടപെട്ടത് അമ്മയിൽ അംഗമല്ലാത്ത BJP നേതാവ് എസ് പത്മജയെന്ന് മാലാ പാർവതിയുടെ വെളിപ്പെടുത്തൽ. അദാനിയുടെ 15 കോടി ശ്വേത വഴി അമ്മയ്ക്ക് കിട്ടുമെന്ന് BJP നേതാവ് പറഞ്ഞു. ഓഡിയോ പ്ലേ ചെയ്തായിരുന്നു നടിമാരുടെ വാർത്താ സമ്മേളനം. ഉമേഷ് വിവരങ്ങളുമായി ചേരുകയാണ്. ഉമേഷ്, ഗൗരവമായ ആരോപണങ്ങൾ, ഗുരുതരമായ ആരോപണങ്ങൾ, കോടികളുടെ ക്രമക്കേട്, BJPയുടെ ഇടപെടൽ, സംഘപരിവാർ വൽക്കരണം, അദാനിയുടെ ഇടപെടൽ അടക്കം എന്തൊക്കെയാണ് ഇന്ന് നടിമാർ വെളിപ്പെടുത്തിയത്? അജിംഷാദ്, ഇത് ഏറ്റവും പ്രധാനം ഈ അമ്മയ്ക്കകത്തെ കേവലം ചില പ്രശ്നങ്ങൾ അതല്ല ഇന്ന് നടിമാർ വ്യക്തമാക്കിയത്. അതിനകത്ത് ചില ആഭ്യന്തര പ്രശ്നങ്ങൾ നടക്കുന്നു എന്നുള്ളതിലുപരിയായി അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഗൗരവമായ വലിയ വിഷയങ്ങൾ ഇന്നവർ പറയുകയുണ്ടായി. അതിലൊന്ന്, ഈ സംഘടനയ്ക്കകത്ത് ഈ വർഗീയവൽക്കരണ ശ്രമങ്ങൾ നടക്കുന്നു, സംഘപരിവാർ അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുന്നു, ഉന്നതതലത്തിലുള്ള ഇടപെടലുകൾ ഒക്കെ ഉണ്ടാകുന്നു. അതിൻ്റെ ഉദാഹരണ സഹിതം അവർ ഇന്ന് മാധ്യമങ്ങൾക്ക് മുമ്പാകെ പറയുകയുണ്ടായി. അതിലൊന്ന്, ഇപ്പോൾ ഈ നടിമാരിൽ ഒരാളായ മാലാ പാർവതി ഒരു അഭിമുഖത്തിൻ്റെ ഒരു ഭാഗം ഇന്ന് മാധ്യമങ്ങൾക്ക് മുമ്പാകെ കേൾപ്പിക്കുകയുണ്ടായി. അതിൽ പറഞ്ഞതനുസരിച്ച് ഒരു അദാനി കമ്പനി 15 കോടി രൂപ അമ്മയ്ക്ക് വേണ്ടി മുടക്കും എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. അത് ശ്വേത ഇടപെട്ടാണ് ആ പണം ലഭിക്കുക എന്ന് ഒരു BJP നേതാവ് പറയുന്നു എന്നുള്ളതാണ്. BJP നേതാവ് അവരുടെ പേരൊന്നും പറഞ്ഞില്ല, പക്ഷേ അത് ആ സംപ്രേഷണം ചെയ്ത വീഡിയോ അത് BJP നേതാവ് പത്മജ എസ് മേനോൻ്റെയാണ്. BJPയുടെ മുൻ കൗൺസിലറാണ്. ആ പത്മജ എസ് മേനോൻ അങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളതാണ്. അവർ അമ്മയുടെ അംഗമൊന്നുമല്ല. അങ്ങനെ അമ്മയ്ക്ക് പുറത്തുള്ള ഒരാൾ, അതും BJP നേതാവ്, എങ്ങനെയാണ് അദാനിയിൽ നിന്ന് 15 കോടി രൂപ സംഘടനയ്ക്ക് വേണ്ടി ഈ ശ്വേതാ മേനോൻ ഇടപെട്ട പണം ലഭ്യമാക്കും എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്നുള്ളൊരു ചോദ്യം ഉയർത്തുകയുണ്ടായി. ശ്വേതയ്ക്ക് അതുമായി ബന്ധപ്പെട്ട് പല ദുരുദ്ദേശങ്ങളും ഉണ്ട്. അത്തരം പല ഇടപാടുകളും ഈ കഴിഞ്ഞ ശ്വേത ഭരണസമിതിക്ക് നേതൃത്വം നൽകിയ ആ കാലയളവിൽ ഉണ്ടായി എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ ചൂണ്ടിക്കാണിച്ച അവരിൽ ഒരു പ്രധാനപ്പെട്ട ഒരാളാണ് അൻസിബ എന്ന് പറയുന്നത്. ഒരു മതസ്ഥാപനത്തിൽ നിന്ന് വലിയൊരു തുക സംഭാവനയായി സ്വീകരിക്കുകയാണ് സംഘടന. അതിൻ്റെ പിന്നിൽ മറ്റ് പല ലക്ഷ്യങ്ങളുണ്ട്. ഒരു മതേതര സ്ഥാപനമായി നിലകൊള്ളുന്നൊരു സംഘടന എന്തുകൊണ്ട് ഈ തരത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് ചോദ്യം ചെയ്തതിനാണ് അൻസിബയ്ക്കെതിരെ വലിയ ആക്രമണം സംഘടനയ്ക്കകത്ത് നിന്ന് തുടങ്ങുന്നത്. ആ ആക്രമണം ആസൂത്രിതമാണ്. അൻസിബയെ ഒരു മത തീവ്രവാദിയായി ചിത്രീകരിച്ചുകൊണ്ടുള്ള നീക്കങ്ങളാണ് പിന്നീട് അവിടെ നടന്നത്. അത് ഈ സംഘപരിവാർ ഇടപെടലാണ്. ശ്വേതാ മേനോൻ അടക്കമുള്ളവരുടെ നേതൃത്വത്തിലാണ് അത് നടന്നത്. ടിനി ടോം ഇങ്ങനെ വാട്സാപ്പ് ചാറ്റിലൂടെ അംഗങ്ങൾക്കിടയിൽ ഇത്തരം പ്രചരണം നടത്തിയത് ആസൂത്രിതമായി തന്നെയാണ് എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ആ വിഷയത്തിലാണ് താനൊരു പരാതി നൽകിയതെന്ന് അൻസിബ പറയുകയുണ്ടായി. ആ പരാതി കൊടുത്തതിന് ശേഷം അവർക്കുണ്ടായ ദുരനുഭവങ്ങളെക്കുറിച്ചും അൻസിബ ഇന്ന് മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. FIR ഇടാൻ പോലും പോലീസ് തയ്യാറായില്ല എന്നുള്ളതാണ്. ഈ സാഹചര്യത്തിൽ ആഭ്യന്തരമന്ത്രിയെ തന്നെ നേരിട്ട് ഇന്ന് കഴിഞ്ഞ ദിവസം അൻസിബ നേരിട്ട് വിളിക്കേണ്ടുന്ന അവസ്ഥ ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത്, പോലീസ് ഇടപെടാത്ത സാഹചര്യം ചൂണ്ടിക്കാണിച്ച്. അങ്ങനെ ആഭ്യന്തരമന്ത്രിയെ വിളിച്ചപ്പോൾ പരിശോധിക്കാം എന്ന് അദ്ദേഹം പറയുന്നു. അതിനുശേഷവും FIR ഇടാൻ പോലീസ് തയ്യാറായില്ല എന്ന് മാത്രമല്ല, ഇതിനുശേഷം കമ്മീഷണർ മാധ്യമങ്ങളോട് പറഞ്ഞപ്പോൾ അത് അമ്മയിലെ ചില പ്രശ്നങ്ങളാണ്, അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങളാണ്, ജിഹാദി എന്ന് വിളിച്ചതൊക്കെ ഒരു തമാശയാണ് എന്ന തലത്തിലൊക്കെ കമ്മീഷണർ മാധ്യമങ്ങളോട് പറയുന്നുണ്ടായിരുന്നു. എങ്ങനെയാണ് ഒരു പോലീസ് കമ്മീഷണർക്ക് ഈ രീതിയിൽ സംസാരിക്കാൻ കഴിയുക എന്നുള്ളതാണ് അൻസിബ ചൂണ്ടിക്കാണിച്ചത്. ഇതേ വിഷയം തന്നെ ഉമാ തോമസ് MLA-യോടും മന്ത്രി ബിന്ദു കൃഷ്ണ അടക്കമുള്ളവരുടെ ശ്രദ്ധയിലും പെടുത്തി. എന്നിട്ടും ഒരു നീതി ലഭ്യമായില്ല എന്നുള്ളതാണ്. സംസ്ഥാനത്ത് നടക്കുന്നത് നീതിയല്ല, അനീതിയാണ് ഇവിടെ നടക്കുന്നത്. കേരളത്തെ അങ്ങനെ കേരളം അങ്ങനെ വർഗീയവൽക്കരിക്കപ്പെടാൻ അനുവദിച്ചുകൂടാ എന്നും ഈ അൻസിബ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി. അൻസിബ ഇങ്ങനെ 4 പേരെ മതം മാറ്റാൻ ശ്രമിച്ചു എന്നതടക്കമുള്ള വ്യാജ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് അൻസിബയെ ഈ കമ്മിറ്റിയിൽ നിന്ന് ഓടിക്കാനുള്ള ശ്രമം, അവരെ ഇവിടെ നിന്ന് പുറത്താക്കാനുള്ള ശ്രമം, അത് ആസൂത്രിതമായി തന്നെ നടത്തിയതാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരം ആരോപണങ്ങൾ. മാത്രമല്ല, ബാബുരാജ് അടക്കമുള്ളവർ വളരെ ഗുരുതരമായ വിഷയം ഈ സംഘടനയ്ക്കകത്ത് ഉയർത്തി. അത് 2 കോടി രൂപ ശ്വേതാ മേനോൻ കൈപ്പറ്റി എന്നുള്ളതായിരുന്നു ബാബുരാജ് ആരോപിച്ചത്. അത് അമ്മ സംഘടനയിൽ നിന്ന് സ്ഥാനാർത്ഥികളായി, BJP സ്ഥാനാർത്ഥികളായി അമ്മ സംഘടനയിൽ നിന്ന് ആളുകളെ നൽകാം എന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ആ 2 കോടി കൈപ്പറ്റിയത് എന്ന വളരെ ഗുരുതരമായ ഒരു ആരോപണം ബാബുരാജ് പറയുമ്പോൾ അതിന് മറുപടി പറയാൻ ശ്വേതാ മേനോൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല, ബാബുരാജിന് നേരെ കയർക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിനോട് തട്ടിക്കയറി വളരെ മോശം ഭാഷയിൽ ശ്വേതാ മേനോൻ സംസാരിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്തരം ആരോപണം വരുമ്പോൾ അതിന് മറുപടി പറയാനുള്ള അവസരം ശ്വേതാ മേനോന് ഉണ്ടായിരുന്ന ഒരു പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ശ്വേതാ മേനോനെ കേൾക്കാൻ
സംഘടന ജനറൽ ബോഡി തയ്യാറായിരുന്നു. പക്ഷേ അത് അതിന് മറുപടി പറയാൻ തയ്യാറാകാതെ ശ്വേതാ മേനോൻ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ് ഉണ്ടായത്. എന്ന് മാത്രമല്ല, രാജിവെച്ചു എന്ന നിലയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ അവർ പ്രസ്താവന നടത്തുകയും പിന്നീട് രമേഷ് പിഷാരടിയുമായി നടത്തിയ ഫോൺ സംഭാഷണം ശ്വേതാ മേനോൻ തന്നെ പുറത്തുവിടുകയും ചെയ്തു. അതും ആസൂത്രിതമായി തന്നെയാണ്. അങ്ങനെ ഫോൺ സംഭാഷണം പുറത്തു വിട്ടത് തന്നെ കുറ്റകരമായൊരു നടപടിയാണ്. അവർക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രമാണ് അവർ ഇങ്ങനെ പുറത്തുവിട്ടത്. അതിന് പിന്നിലും ദുരുദ്ദേശം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സംഘപരിവാർ പിടിമുറുക്കുന്നതും അവരുടെ ഇടപെടലുകളും സാമ്പത്തിക ഇടപാടുകൾ അടക്കമുള്ള ഗുരുതരമായ വിഷയങ്ങൾ അത് ഇന്ന് നടിമാർ ഉയർത്തിക്കാണിച്ചു. അതുകൂടാതെ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ പരാതി നൽകുമ്പോൾ എന്താണ് സംസ്ഥാനത്ത് നടക്കുന്നത്, പോലീസിൻ്റെ മനോഭാവം എന്താണ്, നിലവിലെ സർക്കാർ ഇത്തരം പരാതികളുടെ മുന്നിൽ ഏത് തരത്തിലുള്ള നിലപാടാണ് അവർ കൈക്കൊള്ളുന്നത് എന്നതടക്കമുള്ള ഗുരുതരമായ വിഷയവും ഇന്ന് നടിമാർ തുറന്നു കാട്ടുകയുണ്ടായി. അജിംഷാദ്.